മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതം. സേനാപതി കാങ്പോക്പി ജില്ലകളുടെ അതിർത്തിയിൽ കുക്കി നാഗ വിഭാഗങ്ങൾ ഏറ്റുമുട്ടി. ടാപ്പോ കുക്കി ഗ്രാമത്തിലെ ഒരു വീടിന് അക്രമികൾ തീയിട്ടു. പ്രദേശത്ത് രണ്ട് സായുധ സംഘങ്ങൾ തമ്മിൽ ശക്തമായ വെടിവയ്പുണ്ടായി. സംഘർഷം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഒരു CRPF ജവാന് പരിക്കേറ്റു. അതിനിടെ മണിപ്പൂർ പോലീസും അസം റൈഫിൾസും ചേർന്ന് ഇംഫാൽ ഈസ്റ്റിൽ നിന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. മേഖലയിൽ സുരക്ഷാ സേനയെ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, വീണ്ടും അശാന്തമാവുകയാണോ മണിപ്പൂർ? മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാകുന്നതാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത്. ഇന്നലെ പുലർച്ചെയാണ് 2:30 താപോ കുക്കി ഗ്രാമത്തിലെ ഒരു വീടിന് അക്രമികൾ തീയിട്ടത്. കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇതിന് തുടർച്ചയായി പുലർച്ചെ 4 മണിയോടെ താപ്പോ നാഗ പ്രദേശത്തെ ഏതാനും വീടുകൾക്ക് തിരിച്ചും തീവെപ്പ് നടന്നു. അങ്ങനെ വീടുകൾക്ക് തീയിട്ടുകൊണ്ടാണ് ഈ സംഘർഷം തുടങ്ങുന്നത്. ഒടുവിൽ ആദ്യം വാക്കുതർക്കവും പലതരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം കൂടുതൽ വഷളായതോടുകൂടിയാണ് വീടിന് തീയിടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിനിടെ സംഘർഷം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഒരു CRPF ജവാന് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ സേനാപതി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്ക് ഗുരുതരമല്ല എന്നും അറിയുന്നു. അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ടയറും മറ്റുമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ സുരക്ഷാ സേനയെ വൻതോതിൽ അവിടെ വിന്യസിച്ചിട്ടുമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിരീക്ഷണവുമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നാഗ കുക്കി വിഭാഗങ്ങളുടെ സംഘർഷം അതിരൂക്ഷമാകുന്നതാണ് മണിപ്പൂരിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.